ജോലി ചെയ്യുന്നവർ 65 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ചെയ്യാം. നിങ്ങളുടെ ബിസിനസ് സോൾ ട്രേഡർ ആണെങ്കിലും, ഇനി പാർട്ട്ണർഷിപ്പ് ബേസിലാണ് നടത്തിയിട്ടുള്ളെങ്കിലും, ഇനി ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാം. റിട്ടയർ ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ടാക്സ് ബെനിഫിറ്റോടുകൂടി നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് എക്സിറ്റ് ആകുകയോ പാർഷ്യലായിട്ട് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് തന്നെ ഒരു സക്സഷൻ പ്ലാനിലൂടെ നിങ്ങളുടെ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുകയും അങ്ങനെ ആ ബിസിനസിന്റെ കണ്ടിന്യൂറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് എക്സിറ്റ് ആകാനുള്ള അവസരമുണ്ട്. പല രീതിയിലുള്ള ടാക്സ് പ്ലാനിങ്ങിലൂടെ നിങ്ങളുടെ പേഴ്സണൽ ടാക്സ്, നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാനിങ്, നിങ്ങളുടെ ഇൻഹെറിറ്റൻസ് ടാക്സ്, ഇനി ഇന്ത്യയിലുള്ള അസറ്റ് മറ്റെല്ലാം കൺസിഡർ ചെയ്ത് വേണം നിങ്ങളുടെ ബിസിനസിന്റെ എക്സിറ്റ് ആകുവാനായിട്ട്. ബിസിനസ് അസറ്റ് ഡിസ്പോസൽ റിലീഫ്, ബിസിനസ് പ്രോപ്പർട്ടി റിലീഫ്, ഇവ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനും ഇൻഹെറിറ്റൻസ് ടാക്സിനും വേണ്ടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇനി ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ചെയ്യാമെന്ന് ഇപ്പോൾ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ബിസിനസിന്റെ വാല്യുവേഷന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ബിസിനസ് മറ്റൊരാൾക്ക് വിറ്റുകൊണ്ട്, ഇനി ഷെയർ ഹോൾഡർ ആണെങ്കിലും സോൾ ട്രേഡർ ആണെങ്കിലും, ഇനി ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും, അത് ഇൻഡിവിജ്വൽ ബിസിനസ് ആണെങ്കിലും പൂർണ്ണമായിട്ടും മറ്റൊരാൾക്ക് വിറ്റുകൊണ്ട് അതിൻ്റെ മാർക്കറ്റ് വാല്യുവേഷൻ പ്രകാരം നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് പുറത്തു പോകാം. ആ പണം നിങ്ങളുടെ റിട്ടയർമെന്റ് ആയിട്ട് ടാക്സ് ഇൻസെൻറ്റീവോട് കൂടി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ പൂർണ്ണമായിട്ടും ബിസിനസ് വിൽക്കുന്നതിന് പകരം പാർട്ടായിട്ടാണ് വിൽക്കുന്നത്, അല്ലെങ്കിൽ പാർട്ട് ബൈ പാർട്ടാണ് വിൽക്കുന്നതെങ്കിലും പൂർണ്ണമായിട്ടും ടാക്സ് ബെനിഫിറ്റോട് കൂടി നിങ്ങളുടെ പേഴ്സണൽ ടാക്സ് കൂടെ കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് സ്ലോലി ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റ് ബിസിനസ്സുകളുമായിട്ട് മെർജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൈ ഔട്ട് പ്ലാനിലൂടെ മറ്റ് ബിസിനസ്സിന്റെ പാർട്ടായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് പുറത്തു പോകാം. ഉദാഹരണമായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 20 വർഷം ബിസിനസ് ചെയ്തതിന് ശേഷം നിങ്ങൾ മറ്റു ബിസിനസ്സിന്റെ പാർട്ടാകുകയും അങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു വാല്യുവേഷനിലൂടെ ഒരു എമൗണ്ട് കിട്ടുകയും മറ്റു ബിസിനസ്സിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ നിന്ന് എക്സിറ്റ് ആകാൻ സാധിക്കുന്നതാണ്. മറ്റൊരു മാർഗം മാനേജ്മെന്റ് ബൈ ഔട്ട് എന്ന് പറയും. നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ സ്റ്റാഫിന് തന്നെ കൊടുത്തുകൊണ്ട് ഒരു എംപ്ലോയി ഓണർഷിപ്പ് ട്രസ്റ്റിലൂടെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ലാതെ തന്നെ എംപ്ലോയീസ് കൈമാറിക്കൊണ്ട് നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് എക്സിറ്റ് ആകുകയും നല്ലൊരു വാല്യുവേഷനിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിട്ടേൺ കിട്ടുകയും ബിസിനസ് എക്സിറ്റ് ആയിക്കൊണ്ട് നിങ്ങളുടെ റിട്ടയർമെന്റ് ഇൻകത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ബിസിനസ് വിൽക്കുമ്പോൾ 2 രീതിയിലുള്ള ടാക്സ് ബെനിഫിറ്റ് കിട്ടും. ഒന്ന്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ 1 മില്യൺ വരെയും എക്സംഷൻ കിട്ടും. മറ്റൊന്ന്, ഇൻഹെറിറ്റൻസ് ടാക്സിലും നിങ്ങൾക്ക് 1 മില്യൺ വരെയും എക്സംഷൻ കിട്ടും. ഇത് കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങളുടെ ബിസിനസ് എംപ്ലോയീസിനാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും വിൽക്കേണ്ടത്. ഇനി മറ്റൊരു രീതിയിൽ ബിസിനസ് ഇന്ന് എക്സിറ്റ് ആകുന്നത്, നിങ്ങളുടെ കുട്ടികൾക്ക് തന്നെ ഒരു ട്രാൻസിഷൻ പ്ലാനിലൂടെ ഈ ബിസിനസ് കൈമാറാം. അതൊരു ട്രസ്റ്റ് വഴിയോ ഫാമിലി ഇൻവെസ്റ്റ്മെന്റ് കമ്പനി വഴിയോ പടിപടിയായി നിങ്ങളുടെ ബിസിനസിന്റെ ഷെയർ ഹോൾഡിങ് കുറച്ച് നിങ്ങളുടെ ഇൻഹെറിറ്റൻസ് ടാക്സ് കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് ടാക്സ് സേവോട് കൂടി നിങ്ങളുടെ മക്കൾക്ക് ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനുള്ള കണ്ടിന്യൂറ്റി പ്ലാൻ ഉണ്ട്. ബിസിനസ് സക്സഷൻ പ്ലാൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇതുവഴി ടാക്സ് സേവോട് കൂടി നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് എക്സിറ്റ് ആകുകയും മക്കൾക്ക് ഇൻഹെറിറ്റൻസ് ടാക്സ് വരാതെ ഒരു ഡിസ്ക്രിഷണറി ട്രസ്റ്റ് വഴി നിങ്ങളുടെ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യാം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഫാമിലി ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിലൂടെ നിങ്ങൾക്ക് പടിപടിയായിട്ട് നിങ്ങളുടെ ഷെയർ ഹോൾഡിംഗ് കുറച്ചുകൊണ്ട് അങ്ങനെ ടാക്സ് ബെനിഫിറ്റോടുകൂടി നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് എക്സിറ്റ് ആകാൻ പറ്റും. മറ്റൊരു രീതി, നിങ്ങൾ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ലിക്വിഡേറ്റ് ചെയ്ത് അതിലെ അസറ്റ് നിങ്ങൾക്ക് വിൽക്കുകയും അങ്ങനെ നിങ്ങളുടെ റിട്ടയർമെന്റ് പാർട്ടായിട്ട് പ്രോപ്പർട്ടിയോ മറ്റുണ്ടെങ്കിൽ ആ ബെനിഫിറ്റുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിട്ടയർമെന്റോ അല്ലെ എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് ജോലി പോലെ തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു റിട്ടേൺ എന്നുള്ള രീതിയിൽ, സാധാരണ രീതിയിൽ നിങ്ങളുടെ റിട്ടയർമെന്റ് ഏജിൽ നിങ്ങൾ ബിസിനസ്സിൽ നിന്ന് എക്സിറ്റ് ആകുകയും ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലംസം എമൗണ്ട് നിങ്ങളുടെ റിട്ടയർമെന്റ് ആവശ്യത്തിന് ഉപയോഗിക്കുകയും അങ്ങനെ ടാക്സ് സേവോട് കൂടി ഇൻഹെറിറ്റൻസ് ടാക്സ് അവോയ്ഡ് ചെയ്തുകൊണ്ട് മിനിമം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുത്തുകൊണ്ട് മിനിമം പേഴ്സണൽ ടാക്സ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് എക്സിറ്റ് ആകാനുള്ള പല രീതികളുണ്ട്. ഓരോരുത്തരുടെ ആഗ്രഹം അനുസരിച്ച് പൂർണ്ണമായിട്ട് ബിസിനസ് വിൽക്കുകയോ പാർഷ്യലായിട്ട് വിൽക്കുകയോ എംപ്ലോയി ഷെയർ ഓപ്ഷനിലൂടെ എംപ്ലോയീസിന് വിൽക്കുകയോ ആ ബിസിനസ്സിൽ ആക്റ്റീവ് അല്ലാതെ കൺസൾട്ടൻ്റ് ആയിട്ട് പങ്കെടുക്കുകയോ
അല്ലെങ്കിൽ ആ ബിസിനസ് മെർജർ അക്വിസേഷനിൽ വഴി IPO വഴി ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുകയോ, ഇതല്ല എങ്കിൽ ഒരു കണ്ടിന്യൂറ്റി പ്ലാനിൽ നിങ്ങളുടെ മക്കൾക്ക് തന്നെ ഗിഫ്റ്റായിട്ട് അത് ഇൻഹെറിറ്റൻസ് ടാക്സ് അവോയ്ഡ് ചെയ്തുകൊണ്ട് മിനിമം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഫാമിലി ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിലോ നിങ്ങളുടെ ട്രസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളുടെ കുട്ടികൾക്ക് ഇൻഹെറിറ്റൻസ് ടാക്സ് വരാതെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ എത്രമാത്രം വാല്യുവേഷനാണ് നിങ്ങളുടെ ബിസിനസ്സിനുള്ളത്, ഇത് കൺസിഡർ ചെയ്തുകൊണ്ട് കൃത്യമായി ടാക്സ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സിറ്റ് എമൗണ്ട് നിങ്ങൾക്ക് റിട്ടയർമെന്റ് പ്ലാനിങ്ങിനും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഫ്രീ ആയിട്ടും ഇൻഹെറിറ്റൻസ് ടാക്സ് ഫ്രീ ആയിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.